നോളജ് ഫാക്ടറിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മുടെ കേരള PSC പബ്ലിഷ് ചെയ്തിട്ടുണ്ടായിരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട നമ്മുടെ 10th ലെവൽ പ്രിലിംസുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ള റിസൾട്ടുകൾ ഏതൊക്കെയാണെന്നാണ് നമ്മൾ ഇന്ന് വീഡിയോയിൽ ചർച്ച ചെയ്യാനായിട്ട് പോകുന്നത്. ഏകദേശം 10ൽ കൂടുതൽ റിസൾട്ടുകൾ ഇന്ന് കേരള PSC പബ്ലിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഓരോ തസ്തികയും അതിന്റെ കട്ട് ഓഫ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു PDF എല്ലാം നമ്മുടെ ടെലഗ്രാം ചാനൽ അവൈലബിൾ ആയിരിക്കും. ആവശ്യമുള്ളവർ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ആ ലിങ്ക് മുഖാന്തരം ടെലഗ്രാം ഗ്രൂപ്പിലേക്ക് ജോയിൻ ചെയ്തിട്ട് PDF ഡൗൺലോഡ് ചെയ്തെടുക്കുക. അപ്പോൾ എന്തായാലും വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുന്നേ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റുകളായിട്ട് രേഖപ്പെടുത്താൻ മറക്കരുത്. അപ്പോൾ ആദ്യത്തെ റിസൾട്ടിലേക്ക് നമുക്ക് കിടക്കാം. ആദ്യത്തെ എന്ന് പറയുന്നത് നമ്മുടെ വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ് ആലപ്പുഴയുടേതാണ്. 17,000 രൂപ മുതൽ 37,500 രൂപ വരെ ഉള്ള പേ സ്കെയിലുള്ള ജോലിയാണ് നമ്മുടെ VFA എന്ന് പറയുന്നത്. ഇതിന്റെ കാറ്റഗറി നമ്പർ 368/2021 ആണ്. VFA മാത്രമേ ഇതിലും മറ്റേ ജനറൽ കാറ്റഗറിയിൽ വരുന്നതായിട്ട് വന്നിട്ടുള്ളൂ, ബാക്കിയൊന്നും ഇതിന് വന്നിട്ടില്ല. അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ എന്തായാലും തീർച്ചയായിട്ടും നിങ്ങൾ അറിയിക്കുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ VFAയുടെ ആലപ്പുഴ ജില്ലയുടെ കട്ട് ഓഫിലേക്ക് നമുക്ക് കിടക്കാം. കണ്ടല്ലോ, സാമാന്യം വലിയൊരു ലിസ്റ്റ് തന്നെയാണ് നമ്മുടെ ആലപ്പുഴയുടെ VFAയുടെ കട്ട് ഓഫ് വന്നിട്ടുള്ളത്. പക്ഷേ VFAയുടെ കട്ട് ഓഫുകൾക്കൊന്നും വലിയ വ്യത്യാസം ഇല്ല എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു കാര്യം. 74.99 എന്ന് പറഞ്ഞാൽ 75 മാർക്കിന് 74.99 ആണ് നമ്മുടെ VFAയുടെ കട്ട് ഓഫ് ആയിട്ട് വന്നിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇതൊന്ന് ശ്രദ്ധിക്കുക. അതിനുശേഷം വന്നിട്ടുള്ളത് നമ്മുടെ വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റിന്റെ തന്നെ കോഴിക്കോട് ജില്ലയുടെ വന്നിട്ടുണ്ടായിരുന്നു. 368/2021 ആണ്. അപ്പോൾ കോഴിക്കോട് ജില്ലയുടേതും സാമാന്യം വലിയൊരു ലിസ്റ്റ് തന്നെയാണ്. ഇതിലെ കട്ട് ഓഫിനും വലിയ വ്യത്യാസമൊന്നും വന്നിട്ടില്ല. നമുക്ക് എന്തായാലും കട്ട് ഓഫിലേക്ക് തന്നെ ഡയറക്റ്റ് ആയിട്ട് കടക്കാം. കട്ട് ഓഫ് എന്ന് പറയുന്നത് 81 ആണ് കേട്ടോ. ഇപ്പോൾ 80ൽ കൂടുതലും കയറിയിട്ടുണ്ട്. അപ്പോൾ 81.45 ആണ്. അപ്പോൾ 81.45 ആണ് VFA കോഴിക്കോടിന്റെ റിസൾട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ ഇന്ന് വന്നിട്ടുള്ള മൂന്നാമത്തെ റിസൾട്ട് എന്ന് പറയുന്നത് നമ്മുടെ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ ഡ്രൈവർ ട്രെയിനിയുടെ സ്റ്റേറ്റ് വൈഡ് ആയിട്ടുള്ള ലിസ്റ്റ് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും അതിലേക്ക് കിടക്കാം. കണ്ടല്ലോ, അതിന്റെ മെയിൻ ലിസ്റ്റാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ കുറച്ച് പേരാണ് ഈ ഒരു മെയിൻ ലിസ്റ്റിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. 479 പേരാണ് നമ്മുടെ ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസിന്റെ ഡ്രൈവർ ട്രെയിനി എന്ന് പറയുന്ന സ്റ്റേറ്റ് വൈഡ് എക്സാമിനകത്ത് വന്നിട്ടുള്ള ആൾക്കാർ. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ഡ്രൈവർ ട്രെയിനിയുടെ റാങ്ക് ലിസ്റ്റ് എന്ന് മെയിൻ ലിസ്റ്റ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ സെക്ഷൻ കട്ടർ എന്ന് പറയുന്ന സ്റ്റേറ്റ് വൈഡ് ആയിട്ടുള്ള ഒരു 10th ലെവൽ പ്രിലിംസിന്റെ റിസൾട്ട് കൂടി വന്നിട്ടുണ്ടായിരുന്നു. മൈനിങ് ആൻഡ് ജിയോളജി ഡിപ്പാർട്ട്മെന്റിലേക്കുള്ള 24,000 രൂപ മുതൽ 55,000 രൂപ വരെ പേ സ്കെയിലുള്ള ഒരു ജോലിയാണ് നമ്മുടെ സെക്ഷൻ കട്ടർ. അപ്പോൾ എന്തായാലും ഈ സെക്ഷൻ കട്ടറിന്റെ കട്ട് ഓഫിലേക്ക് നമുക്ക് കിടക്കാം. കണ്ടല്ലോ, 81.67 ആണ് കേട്ടോ. 81.67 ആണ് നമ്മുടെ സെക്ഷൻ കട്ടറിന്റെ കട്ട് ഓഫ് ആയിട്ട് വന്നിട്ടുള്ളത്. അതുപോലെ തന്നെ അടുത്ത ഒരു റിസൾട്ട് എന്ന് പറയുന്നത് നമ്മുടെ മാർക്കറ്റിംഗ് സൂപ്പർവൈസർ എന്ന് പറയുന്ന സ്റ്റേറ്റ് വൈഡ് ആയിട്ട് ഒരു ലിസ്റ്റ് നിലവിൽ വന്നിട്ടുണ്ട്. ഇത് കേരള സ്റ്റേറ്റ് പൗൾട്രി ഡെവലപ്മെന്റ് കോർപ്പറേഷനിലേക്കുള്ള ഓൺലൈൻ എക്സാമിനേഷൻ നടന്നിട്ടുണ്ടായിരുന്ന ഒരു റിസൾട്ടാണ് ഇപ്പോൾ വന്നിട്ടുള്ളത്. അപ്പോൾ ഇതിന്റെ പേ സ്കെയിൽ എന്ന് പറയുന്നത് 13,000 രൂപ മുതൽ 22,000 വരെ വരുന്ന പേ സ്കെയിലാണ്. ഇതിന്റെ മെയിൻ ലിസ്റ്റാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. കണ്ടല്ലോ, ഇതിന്റെ മെയിൻ ലിസ്റ്റിനകത്ത് ഉൾപ്പെടുത്തിയുള്ള ആൾക്കാർ ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. 71 പേരാണ് ഇതിന്റെ മെയിൻ ലിസ്റ്റിനകത്ത് വന്നിട്ടുള്ളത്. അപ്പോൾ മാർക്കറ്റിംഗ് സൂപ്പർവൈസർ എന്ന് പറയുന്ന ഈ ഒരു തസ്തികയുടെ കട്ട് ഓഫ് വന്നിട്ടുള്ളത് 49 മാർക്കാണ്. അതുപോലെ തന്നെ അടുത്ത് വന്നിട്ടുള്ള റിസൾട്ട് എന്ന് പറയുന്നത് നമ്മുടെ ഹൈസ്കൂൾ ടീച്ചറിന്റെ വന്നിട്ടുണ്ട്. ഹൈസ്കൂൾ ടീച്ചറിന്റെ മലയാളം ഹൈസ്കൂൾ ടീച്ചറിന്റെ ആണ്. എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റ് ആണ്. 29,000 രൂപ മുതൽ 62,000 വരെ വരുന്ന പേ സ്കെയിലുള്ള ജോലിയാണ് ഹൈസ്കൂൾ ടീച്ചർ. അപ്പോൾ ഇതിന്റെ മെയിൻ ലിസ്റ്റാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഹൈസ്കൂൾ ടീച്ചറിന്റെ ലിസ്റ്റിനകത്ത് ഉൾപ്പെട്ടിട്ടുള്ള ആൾക്കാരുടെ എണ്ണം ചോദിക്കുകയാണെങ്കിൽ 166 പേരാണ് ഹൈസ്കൂൾ ടീച്ചർ മലയാളത്തിനകത്ത് ഉൾപ്പെട്ടിട്ടുള്ളത്. 53 മാർക്കാണ് നമ്മുടെ ഹൈസ്കൂൾ ടീച്ചർ മലയാളത്തിന്റെ കട്ട് ഓഫ് ആയിട്ട് വന്നിട്ടുള്ളത്. 53 മാർക്കാണ്. അതുപോലെ തന്നെ ഇന്ന് വന്നിട്ടുള്ള മൂന്നാമത്തെ റിസൾട്ട് എന്ന് പറയുന്നത് നമ്മുടെ സെക്യൂരിറ്റി ഗാർഡ് ഗ്രേഡ് 2, വാച്ചർ ഗ്രേഡ് 2 എന്നീ തസ്തികയാണ്. അപ്പോൾ ഇത് നമ്മുടെ വേരിയസ് ഗവൺമെന്റ് ഓൺഡ് കമ്പനീസിന്റെ ആണ് പേ സ്കെയിൽ നിശ്ചയിക്കുന്നത്, അതായത് കമ്പനികളാണ്. അപ്പോൾ ഇതിന്റെ കട്ട് ഓഫിലേക്ക് നമുക്ക് കിടക്കാം. ഇതിന്റെ കട്ട് ഓഫ് എന്ന് പറയുന്നത് 6.33 ആണ്. വെറും 6.33 ആണ് സെക്യൂരിറ്റി ഗാർഡ് കമ്പനി കോർപ്പറേഷനിലൊക്കെ വിളിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ അടുത്ത് വന്നിട്ടുള്ളതെന്ന് പറയുന്നത് നമ്മുടെ ഒരു മെയിൻ ലിസ്റ്റ് ആണ് കേട്ടോ. ഇതൊരു മെയിൻ ലിസ്റ്റ് വന്നതാണ്, ഇന്ന് വന്നിട്ടുണ്ടായിരുന്ന ഒരു മെയിൻ ലിസ്റ്റ് ആണ്. ഇത് നമ്മുടെ ക്ലർക്ക് ടൈപ്പിസ്റ്റ് ക്ലർക്ക് എന്ന് പറയുന്ന 19,000 രൂപ മുതൽ 43,000 വരെ വരുന്ന പേ സ്കെയിലുള്ള ഒരു ജോലിയാണ്. അപ്പോൾ ഈ ഒരു റാങ്ക് ലിസ്റ്റിന്റെ കാറ്റഗറി നമ്പർ വന്നിട്ടുള്ളത് 103/2019 ആണ് കേട്ടോ. അപ്പോൾ ഇത് എഴുതിയിട്ടുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ റാങ്ക് ലിസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യുക. അപ്പോൾ റാങ്ക് ലിസ്റ്റ് ഒരെണ്ണം വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഗാർഡ് സ്റ്റേറ്റ് വൈഡ് എന്ന് പറയുന്നത് കേരള സ്റ്റേറ്റ് ഫിലിം ഡെവലപ്മെന്റ് കോർപ്പറേഷന്റെ ഒരു റിസൾട്ട് കൂടി നിലവിൽ വന്നിട്ടുണ്ട്. 16,000 രൂപ മുതൽ 35,000 രൂപ വരെ വരുന്ന പേ സ്കെയിലുള്ള ജോലിയാണ് ഗാർഡ് അസിസ്റ്റന്റ്. അപ്പോൾ ഇതിന്റെ മെയിൻ ലിസ്റ്റാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. കണ്ടല്ലോ, അപ്പോൾ നമുക്ക് ഇതിന്റെ
കട്ട് ഓഫിലേക്ക് കിടക്കാം. ഗാർഡ് അസിസ്റ്റന്റിന്റെ കട്ട് ഓഫ് വന്നിട്ടുള്ളത് 17 മാർക്കാണ്. 17.79 ആണ് ഗാർഡ് അസിസ്റ്റന്റ് എന്ന് പറയുന്ന ഒരു കാറ്റഗറിക്കകത്ത് വന്നിട്ടുള്ളത്. അതുപോലെ തന്നെ ഹൈസ്കൂൾ ടീച്ചർ മലയാളത്തിന്റെ ആലപ്പുഴ ജില്ലയിലേക്കുള്ള റിസൾട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഹൈസ്കൂൾ അസിസ്റ്റന്റ് മലയാളം ഈ ഒരു ലിസ്റ്റിനകത്ത് ആലപ്പുഴ ജില്ലയ്ക്കകത്ത് ഉൾപ്പെട്ടിട്ടുള്ളത് 69 പേരാണ്. കട്ട് ഓഫ് എന്ന് പറയുന്നത് 47.33 ആണ് കേട്ടോ, 47.33 ആണ്. അതുപോലെ തന്നെ ക്ലർക്ക് വേരിയസ് SC ആൻഡ് ST കാർക്ക് വേണ്ടിയിട്ട് മാത്രമുള്ള എക്സാമിനേഷൻ ആണ്. ആലപ്പുഴ ജില്ലയുടേതാണ് വന്നിട്ടുള്ളത്. ആലപ്പുഴ ജില്ലയുടെ ഈ ഒരു ക്ലർക്ക് എന്ന് പറയുന്ന ഈ ഒരു തസ്തികയുടെ കട്ട് ഓഫ് വന്നിട്ടുള്ള 35 മാർക്കാണ്. 35.67 ആണ് ഇതിന്റെ കട്ട് ഓഫ്. ഇതിന്റെ തസ്തിക നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. എന്താണ്? ക്ലർക്ക് ടൈപ്പിസ്റ്റ് എന്ന് പറയുന്ന ക്ലർക്ക് SC ST കാർക്ക് വേണ്ടി മാത്രമുള്ള ആലപ്പുഴ ജില്ലയുടെ റിസൾട്ടാണ് ഇപ്പോൾ വന്നിട്ടുള്ളത്. 490 പേരാണ് ഈ ഒരു ലിസ്റ്റിനകത്ത് ഉൾപ്പെട്ടിട്ടുള്ളത്. അതുപോലെ തന്നെ നമ്മുടെ സീനിയർ സിവിൽ പോലീസ് ഓഫീസർ എന്ന് പറയുന്നത് സ്പെഷ്യൽ റിക്രൂട്ട്മെന്റ് ST onlyയുടെ മറ്റൊരു റിസൾട്ട് നിലവിലിപ്പോൾ വന്നിട്ടുണ്ട്. ഇതും ആലപ്പുഴ ജില്ലയുടെ, ഇന്നലെ കാസർഗോഡ് എന്ന് ഇന്ന് വന്നിട്ടുള്ളത് ആലപ്പുഴ ജില്ലയുടെ മാത്രമായിട്ടുള്ള സ്പെഷ്യൽ ലിസ്റ്റുകളാണ് ഒരുപാട് വന്നിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ സീനിയർ സിവിൽ പോലീസ് ഓഫീസറിന്റെ ഒരു കട്ട് ഓഫ് എത്രയാണെന്ന് നോക്കാം. 5 മാർക്കാണ് കേട്ടോ, വെറും 5.67 മാർക്കാണ്. 5.67 മാർക്കാണ് ഈ ഒരു ST only എന്ന് പറയുന്ന ഈ ഒരു എക്സാമിനേഷന് വേണ്ടിയിട്ട് PSC നിശ്ചയിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ LD ടൈപ്പിസ്റ്റ് ST only വയനാടിന്റെ വന്നിട്ടുണ്ട്. ഈ ലിസ്റ്റിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുള്ള എല്ലാവരും ഓൾ പാസ് ആയിട്ടുള്ള ഒരു ലിസ്റ്റാണിത്. കണ്ടല്ലോ, ഇത്രയും ആൾക്കാർ ഇതിനകത്ത് കുറച്ച് ആൾക്കാർ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഇത്രയും ആൾക്കാർ ഈ ഒരു ലിസ്റ്റിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുള്ള എല്ലാവരും ഓൾ പാസ് ആയിട്ടുള്ളതാണ്. ഇതിനകത്ത് കട്ട് ഓഫ് ഒന്നും കൊടുത്തിട്ടുമില്ല. ഓക്കെ, അടുത്ത ഇന്ന് വന്നിട്ടുള്ള മറ്റൊരു ലിസ്റ്റാണ് നിങ്ങളിപ്പോൾ കാണുന്ന പോലെ സീനിയർ സിവിൽ പോലീസ് ഓഫീസർ വയനാട്. ഇതിന്റെ കട്ട് ഓഫിലേക്ക് നമുക്ക് കിടക്കാം. കുറച്ച് പേര് ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു ലിസ്റ്റിനകത്ത് കട്ട് ഓഫ് എന്ന് പറയുന്നത് 28.30 ആണ്. സീനിയർ സിവിൽ പോലീസ് ഓഫീസർ വയനാടിന്റെ കട്ട് ഓഫ് ആണ് 28.30 ആണ്. അതുപോലെ ഇന്ന് വന്നിട്ടുള്ള ഏറ്റവും ലാസ്റ്റ് അവസാനത്തെ ഒരു റിസൾട്ടിലേക്ക് നമ്മൾ ഇന്ന് കിടക്കുകയാണ്. ഓക്കെ, അപ്പോൾ ഇന്ന് വന്നിട്ടുള്ള അവസാനത്തെ റിസൾട്ടാണിത്. ഇതെന്ന് പറയുന്ന ലബോറട്ടറി അസിസ്റ്റന്റ് എന്ന് പറയുന്ന തസ്തികയുടെ ഒരു റിസൾട്ടാണ് ഇപ്പോൾ നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇത് കാസർഗോഡ് ജില്ലയുടെ ലബോറട്ടറി അസിസ്റ്റന്റിന്റെ കട്ട് ഓഫ് മെയിൻ ലിസ്റ്റാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. ഇതിന്റെ കട്ട് ഓഫ് എന്ന് പറയുന്നത് 76.40 ആണ്. 76.40. അപ്പോൾ ഈ റിസൾട്ടുകളെല്ലാം നമ്മുടെ ടെലിഗ്രാം ചാനലിൽ അവൈലബിൾ ആയിരിക്കും. എത്രയും വേഗം തന്നെ ടെലിഗ്രാം ചാനലിൽ ജോയിൻ ചെയ്തുകൊണ്ട് എന്ത് ചെയ്യുക, ഈ PDF കാര്യങ്ങളൊക്കെ ഡൗൺലോഡ് ചെയ്തെടുക്കുക. ഞാൻ പറഞ്ഞിരുന്നു 7000 മെമ്പേഴ്സ് ഉള്ള ടെലിഗ്രാം ചാനലല്ല, അതിന്റെ ആക്സസ് എൻ്റെ കയ്യിൽ നിന്ന് പോയി. ഇപ്പോൾ റീസെൻ്റ്ലി 4000 സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുള്ള ഒരു ടെലിഗ്രാം ചാനലാണ്. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമന്റ് ബോക്സിലും കൊടുക്കുന്നുണ്ട്. ആ ലിങ്ക് മുഖാന്തരം നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. അപ്പോൾ എന്തായാലും വരുന്ന ഇപ്പോൾ നമ്മൾ തൊഴിൽവീഥി ചാലഞ്ച് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഓരോ ദിവസവും നിങ്ങൾക്ക് പഠിക്കേണ്ട ടോപ്പിക്കുകൾ ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മുടെ ഫോട്ടോ എടുത്തിട്ട് നമ്മുടെ ഗ്രൂപ്പിനകത്ത് ഇടുന്നുണ്ട്. മാക്സിമം പറ്റുന്നവരെല്ലാം എന്ത് ചെയ്യുക, ആ ഫോട്ടോസ് ഫോളോ ചെയ്ത് തന്നെ പോവുക. അപ്പോൾ ഈ ഒരു 10th മെയിൻസിൻ്റെ ഈ ഒരു റിസൾട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നതുകൊണ്ടാണ് അത് ഞാൻ വീഡിയോ രൂപത്തിൽ ചെയ്യാത്തത്. അപ്പോൾ എന്തായാലും ഈ ഒരാഴ്ച കഴിയുമ്പോഴത്തേക്കും ഈ റിസൾട്ടിൻ്റെ കാര്യത്തിലൊക്കെ ഒരു തീരുമാനമാവും. അപ്പോൾ അതിനുശേഷം നമുക്ക് എന്ത് ചെയ്യാം, കണ്ടിന്യൂസ് ആയിട്ട് തൊഴിൽ വാർത്തയും തൊഴിൽവീതിയും കൂടി കമ്പൈൻ ചെയ്ത് മുന്നോട്ട് പോകാം. ഓക്കെ, അപ്പോൾ എന്തായാലും ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഫലപ്രദമായി എന്ന് തോന്നുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ വീഡിയോ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് കൂടി ഒരു വീഡിയോ എത്തിച്ചു കൊടുക്കുക. അപ്പോൾ വരുന്ന ദിവസങ്ങളിൽ പുതിയ വീഡിയോയും ക്ലാസ്സൊക്കെ ആയിട്ട് ഉടനെ തന്നെ കാണാം. അതിലേക്ക് എല്ലാവർക്കും ബൈ ബൈ, ഗുഡ് ബൈ, ടേക്ക് കെയർ.